എവിടെ നിന്നെങ്കിലും ചക്ക കിട്ടണേ ദൈവമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാത്രി കിടന്നത്. രാവിലെ എണീറ്റപ്പോഴാ ഒന്നിനാക്കാൻ വേണ്ടിയിട്ട് പോയി. അവൾ പറഞ്ഞ പോലെ തന്നെ കരുത്തലപ്പാലത്തും ഒരു പാപ്പൻ ഇരുന്ന് ചക്ക വയ്ക്കുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാധനം കിട്ടുമെന്ന്. ഞാനപ്പോൾ ആക്കിയിട്ട് നേരെ വന്ന് ചക്ക വിൽക്കണ പാപ്പൻ്റെ അടുത്ത് ചോദിക്കുക, ചേട്ടാ എത്ര രൂപയാണ്? പുള്ളി പറഞ്ഞ് കിലോ 35 രൂപയാണെന്ന് പറഞ്ഞു. പൈസ ഒന്നും നോക്കിയില്ല, നമ്മ അപ്പം തന്നെ എടുത്ത് വീശി സാധനവും വാങ്ങിച്ച് തൂക്കി 9 കിലോ ഉണ്ടായിരുന്നട്ടാ. അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മളെ വക അടുത്തത്. ദൈവമേ, ഈ കാലം മനുഷ്യനെ പണിയെടുപ്പിച്ച് കൊല്ലുകയും. അങ്ങനെ ചക്ക അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട്, അമ്മയെ വേഗം വെട്ടിത്താ, എനിക്ക് പൊതിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ ചക്ക അരിയണ സീനാണ് ഈ കാണുന്നത്. മുറിച്ച് ആ ചക്കക്ക് തന്നെ നല്ല മണം വരുന്നു. സാധനം മുറിച്ച് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല അജിമിട്ടൻ ചുളകൾ കിടക്കുന്നു. നല്ല മധുരം. ആദ്യത്തെ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ടേസ്റ്റ് ചെയ്തതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കൊതി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കയ്യിൽ മറ്റേ പശയെ പോലാന്ന് കരുതിയിട്ട് വെളിച്ചെണ്ണ പോലും തേക്കാണ്ട് ഞാനെടുത്ത് വായിൽ വെച്ചു. നല്ല ടേസ്റ്റ്, നല്ല മധുരം. പിന്നെ അവിടെ ഇരുന്ന് ഈ സാധനം അമ്മ വെട്ടിക്കൊണ്ടിരിക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അച്ചാമ്മ ഇത് വെട്ടിക്കീറി തന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഫീലും നൊസ്റ്റാൾജിയും കിട്ടിയില്ലെങ്കിലും ചക്ക മുറിച്ച് തിന്നാലാന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തി. ഞാൻ എന്നിട്ട് ഇങ്ങനെ അമ്മ മുറിക്കണത് നോക്കി ഇങ്ങനെ ഇരിക്കും. അമ്മയുടെ അടുത്ത് ഞാൻ പറയണ്ടായി, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ആവശ്യത്തിന് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചക്കട വെക്കണം, ചക്ക വറുക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, ബാക്കിയുള്ളവനെ എല്ലാം കൂടി ഇട്ട് പണി തരാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വാങ്ങിച്ചിട്ടും വന്നല്ലേ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കി. ലാസ്റ്റ് ഈ സാധനം വാങ്ങിച്ച് ഈ അരിഞ്ഞ് ഈ സാധനം മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മക്കും കൊതി വന്നു. ഒരു ചെറിയ ടേസ്റ്റ് ചെയ്തപ്പോൾ അമ്മക്കും കൊതിയായിട്ടൊരു രക്ഷയില്ല. കണ്ട ആ ചക്ക ഉൾവശം നോക്കി, നല്ല മഞ്ഞച്ച് നല്ല അടിപൊളി സാധനം. പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യത്തെ കീറിയ പാർട്സ് എനിക്ക് തന്നുണ്ടും മറ്റേത് അമ്മ അതിൻ്റെ തത്ത കിടന്നുണ്ടും അലമ്പോടലമ്പ്. കേട്ടാൽ മനസ്സിലാവും തത്തക്ക് ചക്ക കൊടുക്കൂലെന്ന് കൊണ്ട് തത്തനെ കളിയാക്കുന്നു, പിണങ്ങുന്നു, എന്തൊക്കെയാണ് ഇത്. കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ചക്ക തരൂല, നീ നോക്കണ്ട. എട്രാ പട്ടി, ചക്ക തരൂലെന്ന് എനക്ക്. കരിമ്പാറ. അങ്ങനെ ചക്ക എല്ലാം കഴിഞ്ഞ് ഒരു പാത്രത്തിൽ നമ്മാക്കിയേട്ടാ. ചക്ക ഞാനും അമ്മയും വാരി വാരി തിന്ന് ലാസ്റ്റ് നമുക്ക് ആകെ ഇത്രേ കൈ കിട്ടിയിട്ടുള്ളൂ. ഇത് കണ്ട, അതിലമ്മ മറ്റേ കിള്ളി ആ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കുരുവെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ചക്കച്ചുള നമ്മൾ ബാക്കി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. നാളത്തേക്കുള്ള ചക്ക അട റെഡിയാക്കലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ചക്കട മൊത്തം അതിനകത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ശർക്കര നന്നായിട്ട് കഴുകിയിട്ട് ശർക്കരയും ഇട്ടേക്കാണ്. ആ ശർക്കര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അത് ഉരുക്കണം. ശർക്കര ഉരുക്കിയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ. ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി, ശർക്കര, ചക്ക എല്ലാം ഇട്ട് അതിനകത്ത് അങ്ങനെ നമ്മുടെ ചക്ക അടക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയായി തുടങ്ങി. കണ്ട അതിൻ്റെ കളർ നോക്കി, ആഹാ നല്ല കട്ടക്കാപ്പി. അതൊന്ന് പൊക്കിയെടുക്കുമ്പോൾ അത് ആ റബ്ബർ പോലെ വലിഞ്ഞ് നിൽക്കണൊക്കെ നമുക്ക് മര്യാദക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മൾ ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന സംഭവം. ഓൾറെഡി ഈ പാത്രത്തിലേക്ക് നമ്മൾ പൊടിയും തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ചക്കടക്ക് വേണ്ടി സെറ്റ് ചെയ്ത സാധനം അതിലേക്ക് ഇട്ടേക്ക് എന്നിട്ട് പതുക്കെ അങ്ങോട്ട് കുഴക്കാം. നമ്മൾ മിക്സ് ചെയ്യണം. സാധനം പുറത്ത് പോകാണ്ട് നോക്കണം. നമ്മൾ പതുക്കെ അത് മിക്സ് ചെയ്യേണ്ട. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം റെഡിയാവും. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാട്ടോ. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് വേണം ബാക്കി റെഡിയാക്കാനായിട്ട്.
അങ്ങനെ ചക്കട ഉണ്ടാക്കാനായിട്ട് നമ്മ വാഴയിലയും വെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കറുകട ഇലയും എടുത്തിട്ടുണ്ട്. കറുകല എന്ന് പറഞ്ഞറിയാലോ, കറുകലയിലൊക്കെ ഈ സാധനവും വെച്ചങ്ങാട് മടക്കി ആവിയും കൊള്ളിപ്പിച്ച് അടിയിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഓ, ഇതാണ് നമ്മുടെ ചക്കടയുടെ മാവ്. സാധനം കണ്ട് നല്ല കാപ്പി കളറിൽ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറുകലയും കഴുകി വാഴയിലയും കഴുകി. അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഈ ഇലയുടെ ഉള്ളിലേക്ക് ആ മാവ് തേച്ചിട്ട് ഇല മടക്കി തിരിച്ച് അതിനകത്തേക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കലാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചക്കട റെഡിയായിട്ടുണ്ട്. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല പുക, അതിൽ നിന്ന് നല്ല ചക്കട മണവും കിട്ടി. കണ്ടോ, നല്ല കാപ്പി കളറിൽ ഉള്ള ചക്കടയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കഴിക്കാനായിട്ടൊരു 4-5 എണ്ണം ഞാൻ അങ്ങോട്ട് എടുത്ത്. ഞാൻ കറുകലയുടെയാണ് എടുത്തത്, കാരണം കറുകലയുടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതിൽ നിന്നൊരു അടി എടുത്തിട്ട് കറുകല അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് അത് തിന്നാനുള്ള പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇത് തിന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ.